السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്താൻ ആമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ ത്വവാഫിലാണ്. ത്വവാഫിനെ പറ്റി നാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തി നമുക്ക് ഇൻഷാ അള്ളാഹ് സഅയിലേക്ക് പോകാം. ത്വവാഫ് നാം പറഞ്ഞു 7 പ്രാവശ്യം കഅബാലയത്തിനെ വലയം വെക്കണമെന്ന്. ഈ സമയത്തൊക്കെയും നമുക്ക് നിർബന്ധമായിട്ടുണ്ടാവേണ്ടതാണ് ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. വുളു ഉണ്ടായിരിക്കലും നിർബന്ധമാണ്. നമ്മുടെ മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാൻ പാടില്ല. ഔറത്ത് വെളിവാകാൻ പാടില്ല. സ്ത്രീകളുടെ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീകൾ കയ്യുറ നിർബന്ധമായിട്ട് റൂമിൽ ഇറങ്ങുമ്പോൾ കയ്യുറയും കാലുറയും ധരിച്ചിരിക്കണം. ഹജറുൽ അസ്വദിൻ്റെ നേരെ കൈ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഔറത്ത് വെളിവാകും. അത് വെളിവാകാൻ പാടില്ല. അതിനാണ് കയ്യുറ ധരിക്കുന്നത്. കാലിൽ സോക്സ് ധരിക്കണം നിർബന്ധമാണ്. കാലിൽ സോക്സ് ധരിക്കാതെ ആരും ത്വവാഫിന് ഇറങ്ങരുത്. ആണുങ്ങൾ 2 മുണ്ട് മാത്രം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പാടില്ല. ബെൽറ്റ് എടുക്കാനും ബെൽറ്റ് ഇടാം, അത്രേ പാടുള്ളൂ. ഹാൻഡ് ബാഗ് തോളത്തിടാം. ആ പറഞ്ഞ നിബന്ധനകളൊക്കെ ഉണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. അങ്ങനെ നമ്മൾ ഉളു നിർബന്ധമാണ്. നജസ് നമ്മുടെ മേത്ത് പാടില്ല. നജസ് എന്തോ ശുദ്ധിയായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഉളു നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ചിലർക്ക് സംശയമുണ്ട്, ഉസ്താദെ ഉളു നമ്മൾ എടുത്തു, പിന്നെ അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ചാണല്ലോ തവാഫ് ചെയ്യുക. പെണ്ണുങ്ങൾക്കായിട്ട് ആണുങ്ങൾക്കായിട്ട് വേറെ വേറെ വരിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് മുന്നിട്ട് കൊണ്ടാ നിൽക്കുന്നത്. ആരെയും ശ്രദ്ധിച്ചിട്ടല്ല. എല്ലാവരും അള്ളാഹ് എന്ന ചിന്തയിലാണ്. ആ ചിന്തയിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്ര ജനലക്ഷങ്ങളുടെ ഇടയിൽ, തെക്കും തിരക്കിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് ആരുടെയെങ്കിലൊക്കെ കയ്യോ കാലോ ചിലപ്പോൾ നമ്മുടെ കാലുമ്മ തട്ടിയേക്കാം. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവരൊക്കെ സ്ത്രീകൾ സോക്സ് ഇട്ടിട്ട് തന്നെയാണ് പോകാറുള്ളത്. പക്ഷേ അന്യനാട്ടിൽ നിന്ന്, ചില നാട്ടിൽ നിന്നൊക്കെ ചില പെണ്ണുങ്ങളൊക്കെ സോക്സ് ഇടാതെ വരുന്നവരുണ്ട്. വിവരമില്ല, അറിവില്ല. എന്താ ചെയ്യുക? അറിവില്ല. അവിടുത്തെ മറക്കാതെ ത്വവാഫില്ല. അപ്പോൾ അവർക്ക് അറിവില്ലാത്ത പലരും ചെയ്യുന്നുണ്ടോ, നമ്മൾ നോക്കണ്ട. പക്ഷേ അവരുടെ കാലിൽ സോക്സ് ഉണ്ടാവില്ല. ആ കാല് നടക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മുടെ കാലിൻ്റെ ബാക്കിൽ ചിലപ്പോൾ തട്ടും. ആണുങ്ങളുടെ കാലിൻ്റെ ബാക്കിൽ തട്ടും. ചിലപ്പോൾ തട്ടിയേക്കാം. അവരിങ്ങോട്ട് തട്ടും. നമ്മൾ ആണുങ്ങളും പെണ്ണുങ്ങളും തൊലി തൊട്ടാൽ ഒന്നും അറിയൂലേ, പിന്നെന്ത് ചെയ്യും? അതിനാണ് നമ്മൾ ശാഫിഈ മദ്ഹബിൽ തന്നെ മദ്ഹബ് മാറാനോ ഹനഫിയിലേക്ക് പോകാനോ ഒന്നും വേണ്ട. അതൊന്നും പാടില്ല, അതൊന്നും പറ്റൂല നമുക്ക്. അതൊക്കെ നമുക്ക് റിസ്ക്കാണ്. ഹനഫി മദ്ഹബിൻ്റെ ഷർത്തും ഫർദും നമുക്കറിയോ? ഒളു എടുക്കേണ്ടത്, നിസ്കാരത്തിൻ്റെത് ഹനഫി മദ്ഹബിൽ ഒളു മുറിയുന്ന കാര്യങ്ങൾ നമുക്കറിയോ? ഹനഫി മദ്ഹബിൽ ഒളുവിൻ്റെ ഷർത്ത് നമുക്കറിയോ? പിന്നെന്തിനാ ഹനഫി മദ്ഹബിലാവുന്നത്? അതൊന്നുമല്ല അവിടെ വേണ്ടത്. ശാഫിഈ മദ്ഹബിൽ തന്നെയാണ് നമ്മൾ ഒളു എടുക്കുന്നത്. നമ്മളുടെ കർമ്മങ്ങളൊക്കെയും ശാഫിഈ മദ്ഹബിലാണെങ്കിൽ ശാഫിഈ മദ്ഹബിൽ തന്നെയുണ്ട് ഖൗലുണ്ട്. ഒരാൾ മറ്റൊരാളെ തൊട്ടാൽ, അന്യ സ്ത്രീ പുരുഷന്മാർ ഒരാൾ മറ്റൊരാളെ തൊട്ടാൽ തൊട്ടവൻ്റെ ഒളുവാണ് മുറിയുക, തൊടപ്പെട്ടവൻ്റെത് ഒളു മുറിയൂല എന്ന് ഖൗലുണ്ട്. ലാമിസിൻ്റെ ഒളുവാണ് മുറിയുകയുള്ളൂ, മൽമൂസിൻ്റെ ഒളു മുറിയുകയില്ല. ഈ ഒരു മസ്അല നാം മനസ്സിലാക്കി വെച്ചേക്കണം, നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമ്മൾ വേറൊരാളെ തൊട്ടാൽ തൊട്ടാളുടെ മുറിയും, നമ്മൾ തൊട്ടാൽ നമ്മുടെ മുറിയും, അവരുടെ മുറിയൂല. നമ്മളെ വേറൊരാൾ തൊട്ടാൽ തൊട്ടവരുടെ മുറിയോളും നമ്മുടെ മുറിയൂല. നമ്മളാരെയും തൊടാൻ പോകണ്ട, നമ്മളാരെയും തൊടാൻ പോകണ്ട. നമ്മൾ പോകാറില്ലല്ലോ. നമ്മുടെ മേത്ത് ആരെങ്കിലും തൊട്ടു നമുക്ക് പ്രശ്നമില്ല, നമ്മളൊന്നും മുറിയൂല. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ കീശ്വാസം പോയാലേ കൊതു മുറിയും കേട്ടോ, അതൊന്നും ഒരു അപ്പീലില്ല. അപ്പോൾ നമ്മൾ പോയി ചോദിക്കും, 3 ചുറ്റി കഴിഞ്ഞിട്ടാണ് ഉസ്താദേ പോയത്. അപ്പോൾ എന്തു ചെയ്യും? ഒന്നും ചെയ്യാനില്ല. 3 ചുറ്റി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ വെച്ചിട്ട് ത്വവാഫ് നിർത്തുക. ഒന്നുമില്ല, ത്വവാഫ് ചെയ്യാൻ പറ്റില്ല. ത്വവാഫ് അവിടെ നിർത്തിയിട്ട് പോയിട്ട് ആരെങ്കിലും കൂട്ടിയിട്ടോ, കൂടെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ടോ, അല്ലെങ്കിൽ ഒറ്റക്ക് ആണെങ്കിലും പോകാനൊക്കെ പറ്റും. പുറത്തേക്ക് ഇറങ്ങിയാൽ അവിടെ വുളു ചെയ്യാൻ സൗകര്യമുള്ള ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ടോയ്ലറ്റ് ഉണ്ട്. വുളു എടുക്കാനും സൗകര്യമുണ്ട് അവിടെ തന്നെ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ പോകുക, വുളു എടുക്കുക. വുളു എടുത്തിട്ട് ഒറ്റക്ക് പോകണ്ട. ഒറ്റക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് വരുന്നവരല്ലേ ഒറ്റക്ക് പോകാൻ ബുദ്ധിമുട്ട്. ആരെങ്കിലും ഒരാളെ കൂടെ കൂട്ടിയിട്ട് ഒറ്റക്ക് പോവുക. ടാഗും തട്ടൊക്കെ നമ്മുടെ കഴുത്തിലുണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ കൂട്ടി, അത് നമ്മുടെ കയ്യിലുള്ള ധൈര്യമാണ്. അത് കൂട്ടി നമ്മൾ പോയി നമ്മൾ വുളു എടുത്ത് വന്നിട്ട് ത്വവാഫ്
പൂർത്തിയാക്കുക. 3 കഴിഞ്ഞാൽ പിന്നെ ബാക്കി 4, 5, 6, 7 അത് മതി. പിന്നെ ആദ്യം മുതലേ തുടങ്ങേണ്ട ആവശ്യമില്ല. 3 തവാഫ് ചെയ്തിട്ട് ശേഷമാണ് 4ാമത്തേതിലാണ് ഒന്നു മുറിഞ്ഞെങ്കിൽ 4ാമത്തതിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പിന്നെ 2ാമത് തുടങ്ങുമ്പോൾ 4ാമത്തെ തൊട്ട് തന്നെ തുടങ്ങുക. പിന്നെ 4ാമത്തെ തവാഫ് നമ്മൾ തുടങ്ങുക. 4, 5, 6, 7 1, 2, 3 കഴിഞ്ഞു. അപ്പോൾ ഉളു അഥവാ മുറിയാതിരിക്കട്ടെ, ഉളു മുറിയരുത്, ഉളു പിടിച്ച് നിൽക്കണം, ഉളു മുറിയരുത്. തവാഫ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. തവാഫ് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ പിന്നെ പ്രശ്നമില്ല. സഅയിന് ഒന്നും നിർബന്ധമില്ല. തവാഫിന് ഒന്നും നിർബന്ധമാണ്, ഒന്നും കളയരുത്. ഒളു അഥവാ പോയാൽ കഷ്ടപ്പാടാണ്, പിന്നെ അതിൻ്റെ പുള്ളിൽ നിന്ന് പുറത്തിറങ്ങാനും കഷ്ടപ്പാടാണ്, ഉതുർക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒന്ന് പോകരുത്, ഒന്ന് മുറിയരുത്, മുറിയാത്ത ഉതെടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മൾ തവാഫ് പൂർത്തിയാക്കി. മസ്ജിദുൽ ഹറാമിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് വാതിലല്ലേ, 100ലധികം വാതിലല്ലേ മസ്ജിദുൽ ഹറാമിന്. അപ്പോൾ ഓരോ വാതിലും നമ്മൾ കയറുമ്പോൾ നോക്കണം, നമ്മൾ ഏത് വാതിലൂടെയാണ് കയറുന്നത്, നമ്മൾ ഏത് കൂടെ ഇറങ്ങണത്, നമ്മുടെ റൂമിലേക്ക് പോകേണ്ട വഴി ഏതാ, അതൊക്കെ അമീർ കാണിച്ചു തരും. നമുക്ക് വരും, നമുക്കിതാ ഇത്ര നമ്പർ ബാത്റൂം, ഈ ഗേറ്റ്, ഇതൊക്കെ ഓർമ്മ വെക്കണം കേട്ടോ. നമുക്ക് വരാനുള്ളത് ഈ വഴിയാണ്, നമുക്ക് പോകാനുള്ളത് ഈ വഴിയാണെന്ന് കാണിച്ചു തരും നിങ്ങൾക്ക്. നമ്മുടെ റൂമിലേക്ക് പോകേണ്ട വഴി നമുക്കറിയണമല്ലോ. നമ്മൾ തവാഫിനിറങ്ങി സഅയ് ചെയ്ത് നമുക്ക് തിരിച്ച് റൂമിലേക്ക് പോകേണ്ട വഴി നമ്മൾ അറിയണം. അപ്പോൾ അത് നോക്കി വെക്കണം. പോകുന്ന വഴിയും വരുന്ന വഴിയും കയറുന്ന ഗേറ്റും ഇറങ്ങുന്ന ഗേറ്റ് നമ്പറൊക്കെ ഓർത്തു വെക്കണം. അഥവാ ഓർമ്മയില്ലെങ്കിൽ മൊബൈലിലോ വാട്സാപ്പിലോ നമ്മുടെ കയ്യിലോ പേപ്പറിലോ കുറിച്ച് എഴുതി വെക്കണം. എന്നിട്ട് അത് നോട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോകാനും വരാനൊക്കെ ഉണ്ടാവുക. നമ്മൾ 10 ദിവസം മക്കയിൽ തന്നെയാണല്ലോ, അത് നോട്ട് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും? കറുത്ത കെല്ല പുതച്ച് കിടക്കുന്ന ആ പരിശുദ്ധമായ കഅബാലയത്തിനെ നാം നന്നായി തവാഫ് ചെയ്ത് അള്ളാഹുവിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തവാഫ് ചെയ്ത് തവാഫ് പൂർത്തിയാക്കി. തവാഫ് 7 പ്രാവശ്യം പൂർത്തിയാക്കുമ്പോൾ വല്ലാത്തൊരു അനുഭവമാണത്. നമ്മൾ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ ദുആ തന്നെയാണ്. മനസ്സിൽ മൊത്തം ദുആയാ. റബ്ബിൻ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണത്. റബ്ബേ ദുനിയാവിൽ ഞങ്ങൾക്ക് നിന്ന് ഹസനത്ത് ചെയ്യണേ, ആഖിറത്തിൽ ഹസനത്ത് ചെയ്യണേ അല്ലാഹ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിച്ച് റബ്ബിനോട് അങ്ങനെ ദുആ ഇരുന്നുകൊണ്ടേ നടക്കുക. മൊത്തം ദുആയാണ്, ഒന്നും നിർബന്ധമില്ല ചൊല്ലല്, ഒക്കെ സുന്നത്തേ ഉള്ളൂ. ദുആ ചെയ്തിട്ട് അങ്ങനെ നടക്കുക. തവാഫ് അങ്ങനെ പൂർത്തിയാക്കി കരഞ്ഞ കണ്ണുമായി ഖൽബുമായി തവാഫ് നമ്മൾ പൂർത്തിയാക്കി. തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ മക്കാമു ഇബ്രാഹീമുണ്ട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ല്, അതിൻ്റെ പിന്നിൽ പോയി നിന്നിട്ട് അവിടെ ആ ഭാഗത്ത് പിന്നിലേക്ക് മാറി നിന്നിട്ട് 2 റക്അത്ത് തവാഫിനെ ചൊല്ലി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് നമ്മളൊന്ന് ദുആ ചെയ്ത് റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്നൊക്കെ ദുആ ചെയ്ത് ഇറങ്ങി എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കും. എല്ലാവരോടും പറയുന്ന രീതിയിൽ ആ പറയുന്ന സ്ഥലത്ത് തവാഫിന് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടാൻ വേണ്ടി പറഞ്ഞ സ്ഥലം ഉണ്ടാവും. അവിടെ പോയി നിന്ന് ഒന്നിച്ച് നിന്ന് അവിടെ നിന്ന് പോകുന്ന വഴിയിൽ നമുക്ക് സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കണം. സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കണം. മുനാഫിഖിന് അത് സാധ്യമല്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കപട വിശ്വാസിക്ക് സംസം വെള്ളം വയറ് നിറച്ച് കുടിക്കാൻ കഴിയില്ല. പെട്ടെന്ന് വയറ് മതിയാവും, എനിക്ക് നിറയും, കുടിക്കുമ്പോഴത്തേനും മതിയായി തോന്നിപ്പോ. ഒരു മുനാഫിക്കാണ്. യഥാർത്ഥ വിശ്വാസിയല്ലെങ്കിൽ, കപടനാണെങ്കിൽ, കള്ളനാണെങ്കിൽ, കപടനാണെങ്കിൽ, യഥാർത്ഥമായ വിശ്വാസം അവൻ്റെ ഉള്ളിലില്ലെങ്കിൽ സംസം വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയില്ല. സംസം വെള്ളം ഒന്ന് കുടിക്കുമ്പോഴത്തേനും മതിയായി, കുടിക്കാൻ കഴിയില്ല, മതിയായി തോന്നും. മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ സംസം വെള്ളം 1 ഗ്ലാസ് കുടിക്കും, പിന്നെയും കുടിക്കും, 1, 2, 3, 4 ഗ്ലാസ്സൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. ഇതാരാ പറഞ്ഞേ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. മുഅ്മിനീങ്ങൾ വയറ് നിറച്ച് വേണ്ടുവോളം മതി വരുവോളം പിന്നെയും സംസം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്തൊന്നിനു വേണ്ടി കുടിച്ചുവോ അത് അതിനുള്ളതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഉദ്ദേശിച്ചിട്ട് സംസം വെള്ളം കുടിച്ചാലും അത് അതിനുള്ളതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സംസം വെള്ളം കുടിച്ചപ്പോൾ ഇൽമിന് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. നോക്ക് നിങ്ങൾ, എത്ര വലിയ പണ്ഡിതനായി മാറി. അങ്ങനെ എത്ര ആളുകളാണ്. സംസം വെള്ളം വിശപ്പും മാറ്റും ദാഹവും മാറ്റും എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഉമിനീൽ കലർന്ന വെള്ളമാണ് സംസം. നാളെ ഹൗദുൽ കൗസർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന ഹൗദുൽ കൗസർ എന്ന ആ മഹത്തായ പാനീയം, പാലിനേക്കാൾ വെളുത്തതും തെങ്ങിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ആ മധുരമായ പാനീയം ഒരിക്കൽ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അങ്ങ് കുടിച്ചാൾക്ക് അങ്ങനത്തെ മധുരമായ പാനീയം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അതിനേക്കാൾ പുണ്യമുള്ളതും മഹത്വമുള്ളതും നമ്മുടെ ദുനിയാവിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഈ സംസം വെള്ളത്തിനാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ വിരലുകൾക്കിടയിൽ നിന്ന് ഉറവ് പൊട്ടിയ മുഅ്ജിസത്തിൻ്റെ വെള്ളമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, ലോകത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം. രണ്ടാമത് വയലീഹി മാഉ സംസം, സംസം വെള്ളമാണ് രണ്ടാമത് ശ്രേഷ്ഠമായ വെള്ളം. പിന്നെയാണ് ഹൗലുൽ കൗസറിൻ്റെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് തന്നെ ആ സംസം വെള്ളം വയറ് നിറച്ച് നമ്മൾ കുടിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കഅബ ആലയത്തിനെ തവാഫ് ചെയ്യുമ്പോൾ, തവാഫ് പൂർത്തിയാക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റൊന്നും സാധിക്കില്ല, എങ്കിലും അവിടെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ സമയത്തിന് പിന്നീട് പോകുമ്പോഴൊക്കെ അമീർ പറഞ്ഞു തരും. കഅബ ആലയത്തിൻ്റെ റുക്നുൽ യമാനി എന്ന് പറഞ്ഞ മൂലയുണ്ട്, ഒരു മൂലക്ക് ഒരു കോർണറുണ്ട്, അവിടെ 70,000 മലക്കുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആമീൻ പറയാൻ വേണ്ടി. ഹജറുൽ അസ്വദിൻ്റെ അവിടെ മലക്കുകൾ നിൽക്കുന്നുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അശുദ്ധ ഹദീസിലുള്ളതാ. റുക്നുൽ യമാനിയിൽ ദുആക്കുത്തരണ്ട്. അവിടെ നിന്ന് ദുആ ചെയ്യുന്നവരുടെ ദുആക്ക് ഉത്തരം പറയാൻ, ആമീൻ പറയാൻ 70,000 മലക്കുകൾ അല്ലാഹു അവിടെ നിർത്തിയിട്ടുണ്ട്. അതുപോലെ കഅബയുടെ വാതിലുണ്ട്, 2 മീറ്റർ ഉയരത്തിൽ വാതിലുണ്ട്. ആ വാതിലിൻ്റെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടയിലുള്ള ഭാഗം മുൽത്തസം ദുആക്കുത്തരണ്ട്. അതുപോലെ ഹജറുൽ അസ്വദ് കഴിഞ്ഞിട്ട് ആ വാതിലും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഇങ്ങനെ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയും, റൗണ്ടിൽ ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. മുകളിലേക്കില്ല, നമ്മുടെ ഏകദേശം അരക്ക് മുകളിൽ പൊക്ക വരുന്ന രീതിയിൽ, നമ്മുടെ നെഞ്ചിനോട് പൊക്ക വരുന്ന രീതിയിൽ കെട്ടി നിർത്തിയിട്ടുണ്ട്. അത് കഅബയാണ്. അതിൻ്റെ അകത്തേക്ക് കടക്കാൻ ഇപ്പോൾ പ്രത്യേകമായ അനുമതികളൊക്കെ ഉണ്ട്. പ്രത്യേകം ഘട്ടം ഘട്ടമായിട്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അവിടെ വെച്ച് നിങ്ങൾക്ക് അമീർ പറഞ്ഞു തരും. ആ സമയത്ത് അവിടെ പോയി നിന്നാൽ നമ്മളെ കൂട്ടമായി കൊണ്ടുപോയി ആ കഅബയുടെ അകത്ത് നമ്മൾ പ്രവേശിപ്പിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയേ എനിക്ക് കഅബയുടെ അകത്ത് കയറി നിസ്കരിക്കണം നബിയേ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ആയിഷ ദാ ഈ കാണുന്ന ഹിജ്ർ ഇസ്മായിലില്ലേ, അതിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചോ, അത് കഅബയാണ് ആയിഷ, അത് കഅബയുടെ ഉള്ളാണ് ആയിഷ. അറബികൾക്ക്, ഖുറൈശികൾക്ക് ഹലാലായ സമ്പത്ത് കിട്ടാത്തത് കൊണ്ട് അവർ പണിയാതെ പൂർത്തിയാക്കാതെ അവിടെ അത്രയും ഭാഗം ഒഴിച്ചിട്ടതാണ്. അതിങ്ങനെ റൗണ്ട് പകുതി റൗണ്ടായിട്ട് അവിടെ അങ്ങനെ വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കാൻ കഴിയും. ഇപ്പോൾ ഇതിന് സൗകര്യമുണ്ട്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേക സൗകര്യമുണ്ട്. കഅബയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ മീസാബ് കാണാം, സ്വർണ്ണപ്പാത്തി. ആ മീസാബിൻ്റെ ചോട്ടിൽ ദുആക്കുത്തരമുണ്ട്. ഇതെല്ലാം വിശുദ്ധമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഅബയുടെ അകത്ത് കയറിയാലും ദുആക്കുത്തരമുണ്ട്. അതിനൊക്കെയും മറ്റവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. ഈ തവാഫിൻ്റെ ഇടയിൽ ഇതൊന്നും പറ്റൂല എന്നുള്ളൂ. തവാഫ് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരവസരത്തിൽ വന്നിട്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം നമ്മൾ തവാഫ് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞാൽ ഉംറ പൂർത്തിയായിട്ടില്ലല്ലോ, ഉംറ കഴിഞ്ഞിട്ടില്ലല്ലോ, തവാഫേ കഴിഞ്ഞുള്ളൂ. ഇഹ്റാം ചെയ്തു, നമ്മൾ നാട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തു, എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്തു, മക്കത്ത് വന്നു, റൂമിലെത്തി. ഉംറയുടെ രണ്ടാമത്തെ ഫർള് തവാഫാണ്. ഒന്നാമത്തെ ഫർള് നിയ്യത്ത് ഇഹ്റാമാണ്, അത് നമ്മൾ ചെയ്തു. രണ്ടാമത്തെ ഫർള് തവാഫാണ്. തവാഫ് നമ്മൾ പൂർത്തിയാക്കി. ഇനി മൂന്നാമത്തെ ഫർളുണ്ട്. ഉംറക്ക് 4 ഫർളാണുള്ളത്. ഉംറക്ക് 4 ഫർളേ ഉള്ളൂ. ആ 4 ഫർള് ചെയ്താൽ ഉംറ പൂർത്തിയായി. 4 എണ്ണം കഴിഞ്ഞ ഉംറ പൂർത്തിയായി. 4 എണ്ണം കഴിയണത് വരെ നമ്മൾ ഇഹ്റാമിലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ഫർളായ തവാഫ് പൂർത്തിയാക്കിയാൽ സംസം വെള്ളം നമ്മൾ കുടിച്ചു. സംസം വെള്ളം കുടിച്ചിട്ട് എല്ലാവരും ഒന്നിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സഅയ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സഫ മറുവ 2 കുന്നുകളാണ്, മൊട്ടക്കുന്നുകളാ, 2 കുന്നുകളാ. ആ സഫ മറുവയുടെ ഇടയിലാണ് സഅയ് ചെയ്യേണ്ടത്. സഫയിൽ നിന്ന് മറുവയിലേക്ക് പോയാൽ ഒരു സഅയായി, മറുവയിൽ നിന്ന് സഫയിലേക്ക് തിരിച്ചെത്തിയാൽ 2 സഅയായി. ഇങ്ങനെ 7 പ്രാവശ്യം സഫ ടു മറുവ, മറുവ ടു സഫ, അങ്ങനെ 7 പ്രാവശ്യം. 7ാമത്തെ പ്രാവശ്യം മറുവയിൽ ചെന്ന് അവസാനിക്കും. സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിയാൽ ഒരു സഅയായി, മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തിയാൽ തിരിച്ചെത്തുമ്പോൾ 2 സഅയായി. പിന്നെയും സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തുമ്പോൾ അത് 3ആയി. ഇങ്ങനെയാണ് ഓരോ തവണയും ഓരോ എണ്ണം. അല്ലാണ്ട് സഫയിൽ നിന്ന് മറുവയിലെത്തി പിന്നെ മറുവയിൽ നിന്ന് സഫയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയല്ല, അതല്ല, അത് 2ആവും. അത് സഅയ് 1അല്ല, 2ആവും. സഫ ടു മറുവ, മറുവ ടു സഫ, 2 സഅയായി മാറും. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സഫ മറുവ ഇടയിലുള്ള സഅയ് 7 പ്രാവശ്യമുള്ള സഅയ് നമ്മൾ പൂർത്തിയാക്കി മറുവയിലാണത് പൂർത്തിയാവുക. അതിൻ്റെ ഇടയിൽ ഒന്നു മുറിഞ്ഞാലൊന്നും പ്രശ്നമില്ല, സുന്നത്താവുള്ളൂ. നമുക്ക് ചൊല്ലാനുള്ള ദിക്റുകളും സ്വലാത്തും ഇതൊക്കെ ഉണ്ട്, അദ്കാറുകളുണ്ട്. അതിൻ്റെ ഏടുകൾ നോക്കിയിട്ടും അമീർ ചൊല്ലി തന്നതും അല്ലാതായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആ ദിക്റുകളൊക്കെ ചൊല്ലണം. ഇനി കിട്ടുന്ന ദിക്റുകളൊക്കെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ സ്വലാത്ത് എന്തും ചൊല്ലാം, എന്തും ചൊല്ലി ദുആ ചെയ്യാം. സഫായുടെ അടുത്ത് എന്നാൽ
സഫായി അടുത്ത് ചെന്നാൽ കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. ദുആക്കുത്തരണ്ട്. സഫായി അടുക്ക ദുആക്കുത്തരണ്ട്, സഫയിലും മർവയിലും ദുആക്കുത്തരണ്ട്. സഫയും മർവയും അള്ളാഹുവിൻ്റെ മഹത്തായ ചിഹ്നങ്ങളാണ്. ഹജറ ബീവി റളിയല്ലാഹു അൻഹാ ആ സഫാ മർവയുടെ ഇടയിലാണ് ഓടിയത്. ഇസ്മായിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെള്ളം ദാഹിച്ചപ്പോൾ അങ്ങനെയല്ലേ സംസം ഉണ്ടായത്. അപ്പോഴല്ലേ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ചിറക് കൊണ്ടൊരു കുത്തുകുത്തി ഇസ്മായിൽ നബി സ്വല്ലം കാലിട്ടടിച്ചു കൊടുത്ത്. അവിടെയാണ് സംസം ഉറവ് പൊട്ടിയത്. വിശാലമായ ചരിത്രമാണ് അതൊക്കെ, അവിടേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ സഫാ മർവ റബ്ബിൻ്റെ ചിഹ്നങ്ങളാ. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാ. അത് അല്ലാഹുവിൻ്റെ ചിഹ്നമാണ് സഫയും മർവയും. ഇന്ന് നമുക്കത് കാണാൻ കഴിയും. ആ സഫാ മർവയുടെ ഇടയിലുള്ള സഅയ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉംറയുടെ 3ാമത്തെ ഫർള് കഴിഞ്ഞു. ഇഹ്റാം ചെയ്തു, തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. ഇനി 4ാമത്തെ കാര്യം മുടി മുറിക്കലാണ്, തഹല്ലുലാവലാണ്. മുടി മുറിക്കാൻ ആണുങ്ങൾക്ക് മുടി മുറിക്കലല്ല, മുടി മുറിക്കൽ നിർബന്ധമാണ്. ആണുങ്ങൾക്ക് മുടി മൊട്ടയടിക്കൽ നല്ല ശക്തിമത്തായ സുന്നത്താണ്. മുടി മൊത്തമായിട്ട് മുണ്ഡനം ചെയ്യൽ, തല മുണ്ഡനം ചെയ്യുക, തല മൊട്ടയടിക്കൽ ആണുങ്ങൾക്ക് ശക്തിമത്തായ സുന്നത്താണ്. മുടി മുറിച്ചാൽ തന്നെ മതി, തഹല്ലുലായി. നിർബന്ധം വേണ്ടി മുടി മുറിക്കലോടുകൂടെ നമ്മൾ നിസ്കാരത്തിൽ സലാം വീട്ടുന്നത് പോലെയാ ഉംറ കഴിഞ്ഞു, തഹല്ലുലായി. പിന്നെ നമുക്ക് എല്ലാം അനുവദനീയമാണ്. അതുവരെ ഹറാമായതൊക്കെയും പിന്നെ ഹലാലായി. ഉംറ കഴിഞ്ഞു, തഹല്ലുലായി എന്ന് പറയും. മുടി മുറിച്ചാൽ തഹല്ലുലായി. പെണ്ണുങ്ങൾക്ക് മുടി മുറിച്ചാൽ മതി. 3 മുടി, ഇത്ര നീളത്തിൽ, കുറഞ്ഞ നീളത്തിൽ കുറച്ച് മുടി മുറിച്ചാൽ അവിടെ തന്നെ വച്ച് തട്ടമൊക്കെ ഊരി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ പെണ്ണുങ്ങൾ. അവിടെ തന്നെ വച്ചിട്ട് തട്ട ഊരി അവിടെ തന്നെ വച്ചിട്ട് മുടിയൊക്കെ എല്ലാവരും കാണാൻ പാകത്തിന് മുറിച്ച് അങ്ങനെയൊന്നും ചെയ്യുക. ആരും കാണരുത്, നമ്മുടെ മുടിയൊന്നും ആരും കാണരുത്. അവിടെ വച്ചിട്ട് തന്നെ ഒന്നും ചെയ്യണ്ട. അതിനൊക്കെ നമുക്ക് രഹസ്യമായിട്ട് നമുക്ക് അവിടെ ടോയ്ലറ്റിൽ പോയിട്ടോ അവിടെ തന്നെ സൗകര്യം അല്ലെങ്കിൽ റൂമിൽ പോയിട്ടോ ഒക്കെ ചെയ്യാം. അവിടെ തന്നെ വെച്ച് തട്ടമൊക്കെ ഊരി ആളുകൾ കാണുന്ന ഭാഗത്തിനൊന്നും ചെയ്യരുത്. സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. ആണുങ്ങൾക്ക് പിന്നെ അത് പ്രശ്നമല്ല, ഔറത്തല്ലല്ലോ. സ്ത്രീകൾക്ക് അത് ഔറത്താണ്. അതുകൊണ്ട് അവർത്താരും കാണാൻ പാടില്ല എന്നുള്ള ഓർമ്മ നമുക്ക് വേണം. ആരും കാണാതെ തന്നെ മുടി മുറിച്ച് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടേക്കണം. അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് ചെയ്താൽ മതി, ടോയ്ലറ്റിൽ പോയിട്ട് ചെയ്താൽ മതി. സ്ത്രീകൾക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ചെയ്താൽ മതി. ഹാൻഡ് ബാഗിൽ കത്രിക ഉണ്ടല്ലോ. അപ്പോൾ മുടി മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ തഹല്ലുലായി. അല്ലെങ്കിൽ നമ്മൾ തഹല്ലുലാവില്ല, നമ്മൾ ഉംറയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്കെല്ലാം ഹറാമായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സഅയ് ചെയ്ത് കഴിഞ്ഞാൽ മുടി മുറിക്കുക, തഹല്ലുലാവുക. അതോടെ ഉംറ കഴിഞ്ഞു. 4ാമത്തെ ഫർള് മുടി മുറിക്കലാണ്. അത് കഴിഞ്ഞാൽ ഉംറ പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ദുആ ചെയ്യണം. പടച്ചവനെ, എൻ്റെ ഉംറ നീ സ്വീകരിക്കണേ അല്ലാ. തഹല്ലുലായി കഴിഞ്ഞ് ദുആ ചെയ്യണം. റബ്ബേ, എൻ്റെ ഉംറ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ പുറത്തു തരണേ പടച്ചവനെ. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താൽ, ആ ദുആ പൂർത്തിയാക്കിയാൽ അൽഹംദുലില്ലാഹ് ഉംറ പൂർത്തിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭംഗിയായ രീതിയിൽ, റാഹത്തായ രീതിയിൽ ഉംറയും ഇതുപോലെ ഹജ്ജും ഉംറയൊക്കെ മഖ്ബൂലും മബ്റൂറുമായിട്ട് ചൊല്ലി, മഖ്ബൂലും മബ്റൂറുമായിട്ട് നമുക്ക് അല്ലാഹു സ്വീകരിക്കുന്ന വിധത്തിൽ ഉംറയും ഹജ്ജൊക്കെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഉംറ ഇനി 2ാമതും 3ാമതും 4ാമതും 5ാമതും ഒക്കെ നമുക്ക് ഉംറ ചെയ്യാം. ആദ്യത്തെ ഉംറ നമ്മൾ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, മനസ്സിലായി. ഈ 2ാമത് ഇതുപോലെ തന്നെ ഉംറ ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത മീഖാത്തിലേക്ക് പോകണം. ഹജ്ജിൻ്റെ പ്രതിഫലമുള്ള ഉംറ ഉണ്ട്. ജഹ്റാന എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ഉംറക്ക് ഇഹ്റാം ചെയ്ത് വന്ന് ഉംറ നിർവഹിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞു തരും. അപ്പോൾ ഹജ്ജിൻ്റെ പുണ്യമുള്ള ഉംറ അവിടെ ഉണ്ട്. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച തൻഈം മസ്ജിദ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള മസ്ജിദൊക്കെ അവിടെ ഉണ്ട്. അവിടെ നിന്ന് ഉംറ ചെയ്യാൻ അവസരം ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് നമ്മുടെ കൂടെ നമുക്ക് ചെയ്യാവുന്ന അവസരങ്ങളുണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് അതിൻ്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതുപോലെ നമ്മൾ ഉംറ പിന്നെയും നിർവഹിച്ച് 10 ദിവസം നമ്മൾ മക്കയിൽ താമസിച്ച് അതിൻ്റെ ശേഷമാണ് നാം ആ സമയത്തൊക്കെയും അവിടെ ഉപയോഗപ്പെടുത്തണം. ആ ദുആയിൽ 14 ദിവസത്തിൽ നമ്മൾ മൊത്തം ദുആയാണ് നമ്മുടെ ആകെയുള്ള മുതൽക്കൂട്ട്. ആ മക്കയിൽ നമുക്ക് ദുആക്കുത്തരമുള്ള സ്ഥലങ്ങളൊക്കെ, അതുപോലെ ജന്നത്തുൽ മുഅല്ലയിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, മുത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പത്നി, നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മുടെ ഉമ്മ ഖദീജ ബീവി അവിടെ കിടക്കുന്നുണ്ട്. ഖദീജ ബീവിനെ സിയാറത്ത് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കഴിയുമെങ്കിൽ എന്നും പോകണമെന്ന അവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. അവിടെ പോയി സിയാറത്ത് നിർബന്ധമായിട്ടും. മുത്ത് റസൂലുള്ളാഹി മക്കത്ത് വന്നാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം അതാ, ഖദീജ ബീവി സിയാറത്ത്. ജന്നത്തുൽ മുഅല്ലയിൽ പോയി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ തങ്ങൾ സിയാറത്ത് ചെയ്യാറുണ്ട്. തങ്ങളുടെ വല്ലിപ്പയും വാപ്പയും വല്ലിപ്പയും തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും അവിടെ അതൊക്കെ ജന്നത്തുൽ മുഅല്ലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്.
അപ്പോൾ നിർബന്ധമായിട്ട് അവിടെ പോയി സിയാറത്തൊക്കെ ചെയ്യണം. അതുപോലെ പലതും അവിടെ സിയാറത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. കഅബാലയത്തിൻ്റെ പരിസരത്തും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളും സിയാറത്ത് പോകാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ആ പുണ്യങ്ങളെക്കുറിച്ച് അതെല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ചും പറഞ്ഞൊക്കെ തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം റാഹത്തോടെ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വാഖിറു ദഅവാന. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ക്ലാസ് കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.